ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ചിക്കനാണ് ഞങ്ങളിവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ലെഗ് പീസസ് മാത്രമാണ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 4 ലെഗ് പീസസ് ആണ്. നമുക്ക് ആദ്യം ഈ ഓരോ പീസസിൻ്റെയും 2 സൈഡും കത്തി ഉപയോഗിച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊക്കെ റെഡിയാക്കി തേക്കുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പോലെ അരപ്പ് പിടിക്കും. സോ നമ്മൾ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ പീസസും വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് അരപ്പ് റെഡിയാക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയാണ് നമ്മൾ അരപ്പുണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് മൂന്നും നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരപ്പ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 4 ടീസ്പൂൺ തൈരാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉപ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓരോ പീസായിട്ടെടുത്ത് അരപ്പൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിക്കുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം. നമ്മൾ ആ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്ത ഭാഗത്തൊക്കെ നല്ലപോലെ അരപ്പ് തേച്ച് പിടിപ്പിക്കണം. അതിനുള്ളിലേക്കൊക്കെ ഈ അരപ്പ് കയറണം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പീസസിലും അരപ്പൊക്കെ നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റിൽ വയ്ക്കാം. നമ്മളിത് 1 മണിക്കൂറാണ് റെസ്റ്റിൽ വയ്ക്കാൻ പോകുന്നത്. നമ്മളിത് വീട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുറ്റത്ത് അടുപ്പൊക്കെ സെറ്റ് ചെയ്യാണ്. വിറകും ചിരട്ടയൊക്കെ കത്തിച്ച് അതിൽ നിന്നാണ് നമ്മൾ ഇതിൽ കനലുണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതലും നമ്മൾ ചിരട്ടയാണ് ഇട്ട് കൊടുത്തത്, അപ്പോൾ നല്ല കനലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രില്ല് വെച്ച് കൊടുക്കാം. 1 അവർ കഴിഞ്ഞ് നല്ലപോലെ അരപ്പൊക്കെ ഈ പീസസിൽ പിടിച്ച് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓരോ പീസിൻ്റെ മുകളിലേക്കും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും ആ കനലിൽ നിന്ന് കുറച്ച് തീയൊക്കെ ആ സമയത്ത് കത്തി വരുന്നുണ്ട്. ഇത് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് ഇല്ലാണ്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയാണ്. ഏകദേശം ഒരു 10-30 ചിരട്ട നമ്മൾ ഈ കനലാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പം നമ്മൾ തിരിച്ചിട്ട സൈഡാണിത്. കുറച്ച് ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ സൈഡിലും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുന്ന സമയത്തൊക്കെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഒരേ പാകത്തിന് തന്നെ ഫ്രൈ ആയി വെന്ത് കിട്ടും. ഈ പീസസൊക്കെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒരു പപ്പടം കുത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് കയറുകയും ചെയ്യും, പിന്നെ വെന്തോന്ന് അറിയാനും പറ്റും. ഇപ്പോൾ നമുക്ക് ആ ഒരു അരപ്പിൻ്റെ സ്മെല്ലൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. ഒന്നുകൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ വെളിച്ചെണ്ണ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി ആ കനൽ സെറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടേ നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ കുറച്ച് ചപ്പാത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കൂടെ കഴിക്കാൻ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല കറക്റ്റായിട്ട് പാകത്തിന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. കടയിൽ കിട്ടുന്നതിനേക്കാൾ നല്ല കിടിലൻ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്